ഹായ് എവ്രിവൺ. നമ്മുടെ എക്സാം പേപ്പറിൽ മിക്കവാറും രണ്ട് മോളിക്യൂൾ തന്നിട്ട് ഇത് ഡയാസ്റ്റീരിയോമർ ആണോ അല്ലെങ്കിൽ ഐഡന്റിക്കൽ ആണോ ഇനാൻഷ്യോമർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. മിക്കവാറും കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇവർ ഇനാൻഷ്യോമർ ആണോ അല്ലെങ്കിൽ ഡയാസ്റ്റീരിയോമർ ആണോ ഐഡന്റിക്കൽ ആണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ മോളിക്യൂൾസ് രണ്ടുപേരും എന്താണ്, ഐഡന്റിക്കൽ ആണ് അല്ലേ? കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ തോന്നില്ലേ? COH ഇവിടെയാണുള്ളത്, ഒരു COH ഇവിടെയാണുള്ളത്, എന്നിട്ടും ഈ മോളിക്യൂൾസ് എന്താണ്, ഐഡന്റിക്കൽ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ചെറിയൊരു സിമ്പിൾ ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമുക്കിതൊക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് ഇനാൻഷ്യോമർ. നോക്കൂ, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇനാൻഷ്യോമർ, ഡയാസ്റ്റീരിയോമർ ആൻഡ് ഐഡന്റിക്കൽ. ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം ആണ്. ഇനി എന്താണ് ഇനാൻഷ്യോമർ, എന്താണ് ഡയാസ്റ്റീരിയോമർ എന്ന് നമുക്ക് മനസ്സിലാക്കണം. സിംപ്ലി പറയുകയാണെങ്കിൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആയിരിക്കും ഇനാൻഷ്യൂമേഴ്സ്. ഇതാ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഒരു ലാക്റ്റിക് ആസിഡിൻ്റെ സ്ട്രക്ചർ നോക്കിക്കോളെ. ഇവിടെ എന്താണ്, OH HCH3, ഇതാണ് നമ്മുടെ ലാക്റ്റിക് ആസിഡ്. ഇതിൻ്റെ മിറർ ഇമേജ് എടുക്കുകയാണെങ്കിൽ നോക്കിക്കോളെ, മിറർ ഇമേജ് ആണെങ്കിൽ നോക്കൂ ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇതിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ OH ഈ സൈഡിൽ വരും, H ഇവിടെ വരും, COH ആൻഡ് CH3 റിമെയിൻസ് ദി സെയിം. അപ്പം നോക്കിക്കോളൂ, ഇത് ഇയാളുടെ മിറർ ഇമേജ് ആണ്. പക്ഷേ ഇവരെ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റുമോ? എന്താണ് ഈ സൂപ്പർ ഇമ്പോസ് എന്ന് പറഞ്ഞാൽ? ഇതാ ഇയാളെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ ഇവരെ ഇമ്പോസ് ചെയ്യിക്കാൻ പറ്റത്തില്ല. അതാണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ. ഓക്കെ, അപ്പോൾ ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസിനെ നമ്മൾ ഇനാൻഷ്യോമർ എന്ന് വിളിക്കുന്നു. ഇനി എന്താണ് ഡയാസ്റ്റീരിയോമേഴ്സ്? നോൺ സൂപ്പർ ഇമ്പോസിബിൾ നോൺ മിറർ ഇമേജസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡയാസ്റ്റീരിയോമേഴ്സ്. മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞുതരാം. അതായത് നോക്കിക്കോളെ, ഇവിടെ ഞാൻ ഇങ്ങനെ രണ്ട് സ്ട്രക്ചർ വരയ്ക്കാമെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, യെസ്, CH3, ഇവിടെ CH3 ഉണ്ട്. ദിസ് ഇസ് Br ആൻഡ് ദിസ് ഇസ് H ആൻഡ് വി ഹാവ് വോട്ട് Cl ആൻഡ് H എന്നുള്ള രീതിയിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ആൻഡ് നമുക്ക് അടുത്തൊരു സ്ട്രക്ചർ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, see this is CH3, CH3, okay, and we have what, ദാ ഇവിടെ Br ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ H ഉണ്ടെന്ന് വിചാരിക്കുക, ആൻഡ് വി ഹാവ് വോട്ട് Cl ആൻഡ് H. അപ്പോൾ ഇത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണോ? എന്താണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ? നിങ്ങൾ നോക്കി, ഇതിൻ്റെ മുകളിലേക്ക് ഇത് ഇമ്പോസ് ചെയ്യിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. യെസ്, നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. അതേപോലെ ഇവർ മിറർ ഇമേജ് ആണോ? മിറർ ഇമേജ് ആണെങ്കിൽ H ഉം Br ഉം മിറർ ഇമേജ് ആണ് അല്ലേ? പക്ഷേ ഈ Cl എന്ത് ചെയ്തേനെ, ഇവിടെ വരണമായിരുന്നു അല്ലേ? അങ്ങനെ മിറർ ഇമേജ് ആണെങ്കിൽ നമ്മൾ പറയും ഇനാൻഷ്യൂമേഴ്സ്. ഇനി നോൺ സൂപ്പർ ഇമ്പോസിബിൾ നോൺ മിറർ ഇമേജസ് ആണെങ്കിൽ നമ്മൾ അവരെന്ത് വിളിക്കും, ഡയാസ്റ്റീരിയോമേഴ്സ്. ഒരു കാര്യം കൂടെ ആലോചിക്കുക, അറ്റ്ലീസ്റ്റ് ഡയാസ്റ്റീരിയോമറിസം എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് വി നീഡ് വോട്ട് 2 കൈറാൽ കാർബൺ. 2 കൈറാൽ കാർബൺ. ഒരു കൈറാൽ കാർബൺ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന് ഡയാസ്റ്റീരിയോമിസം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സിബിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് ഇനാൻഷ്യോമർ എന്നും എന്താണ് ഡയാസ്റ്റീരിയോമർ എന്നും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്താണ് ട്രിക്ക് നോക്കൂ. ആദ്യം ഞാൻ പറയുന്നത് ഒരു കൈറാൽ കാർബണേ ഉള്ളൂ. ഓൺലി 1 കൈറാൽ കാർബൺ പ്രസൻറ്റ്. 1 കൈറാൽ കാർബൺ പ്രസൻറ്റ്. ഇത് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്തറിയണം? യെസ്, RS നോമൻക്ലേച്ചർ നിങ്ങൾക്ക് അറിയണം. RS നോമൻക്ലേച്ചറിനെ പറ്റി അറിയത്തില്ലെങ്കിൽ ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ഓക്കെ, അപ്പോൾ ഒരു കൈറാൽ കാർബൺ ആണ് പ്രസൻ്റ് എങ്കിൽ നോക്കൂ ഇങ്ങനെയായിരിക്കും നമ്മുടെ കൈറാൽ കാർബൺ. ഓക്കെ, ദിസ് ഇസ് ദി കൈറാൽ കാർബൺ. അപ്പോൾ നമുക്ക് RS കോൺഫിഗറേഷൻ അസൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരാൾ 6 ആണ്, മറ്റേയാൾ എന്താണ്, 6 ആണെന്ന് വിചാരിക്കാം, മറ്റേയാളും 6 ആണ്. സെയിം, രണ്ടിൻ്റെയും സെയിം ആണെങ്കിൽ ഇവരെന്താണ്, ഐഡൻറ്റിക്കലാണ്. ഇവരെന്താണ്, ഐഡൻറ്റിക്കലാണ്. പറയുന്നത് മനസ്സിലാക്കണേ. അതായത് ഐഡൻറ്റിക്കൽ, നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ എന്ത് ചെയ്യത്തില്ല, മനസ്സിലാവത്തില്ല ഇത് ഐഡൻറ്റിക്കൽ ആണോ എന്ന്. നിങ്ങൾ RS കോൺഫിഗറേഷൻ നിങ്ങൾ അസൈൻ ചെയ്യുക. ഈ കൈറാൽ കാർബൺ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. രണ്ടും 6 ആണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ രണ്ടും S ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും, ഇവർ ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഇനി ഒരാൾ 6ഉം നോക്കണേ, ഒരാൾ 6, ഇതാണ് രണ്ട് മോളിക്യൂൾ നമുക്ക് തന്നിരിക്കുന്നത്. ഒരാൾ 6, മറ്റേയാൾ S. ഡിഫറൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? യെസ്, ദാറ്റ് വിൽ ബി ഇനാൻഷ്യോമർ. ദാറ്റ് വിൽ ബി ഇനാൻഷ്യോമർ.
നമ്മൾ ഒരിക്കലും ഡയാസ്റ്റീരിയോമർ എന്ത് പറയേണ്ട ആവശ്യമില്ല. ഡയാസ്റ്റീരിയോമറിന് എന്ത് വേണം? അറ്റ്ലീസ്റ്റ് 2 കൈറാൽ കാർബൺ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ആർ എസ് ഒ അല്ലെങ്കിൽ എസ് ആർ ഒ ആണെങ്കിൽ ഇവരെന്തായിരിക്കും? ഇനാൻഷ്യോമർ ആയിരിക്കും. ദാറ്റ് വിൽ ബി ഇനാൻഷ്യോ. ഇനി ആർ ആർ തന്നിരിക്കുന്ന 2 മോളിക്യൂൾ ആർ ആറും എസ് എസും ആണെങ്കിൽ രണ്ടും സെയിം ആണെങ്കിൽ ഇവരെന്തായിരിക്കും? ഐഡന്റിക്കൽ ആയിരിക്കും. ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് നമ്മൾ ആർ എസ് നോമൻക്ലേച്ചർ കൊടുക്കുക. അപ്പോൾ 2 മോളിക്യൂൾ തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് ഇനാൻഷ്യോമർ ആണോ ഡയാസ്റ്റീരിയോമർ ആണോ അല്ലെങ്കിൽ ഐഡന്റിക്കൽ ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഡയാസ്റ്റീരിയോമർ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ആർ എസ് നോമൻക്ലേച്ചർ CIP റൂൾ പ്രകാരം ഇവിടെ നോക്കിക്കോളെ, ഏറ്റവും അറ്റോമിക് നമ്പർ കൂടുതൽ ആർക്കാണ്? യെസ്, 1 ഇയാളാണ്. സെക്കൻഡ് Cl ആണ്. തേർഡ് എന്താണ്? കാർബൺ. അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലാണ്. അപ്പോൾ നമ്മളുടെ റൊട്ടേഷൻ എങ്ങനെയാണ്? യെസ്, ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ 6 ആണ്. പക്ഷേ നിങ്ങൾ നോക്കണം, ലീസ്റ്റ് പ്രയോറിറ്റി ഇവിടെ ആരാണ്? ലീസ്റ്റ് പ്രയോറിറ്റി എച്ച് ആണ്. ഇവരെവിടെ വേണം? യെസ്, ഡാഷ് പൊസിഷനിൽ വേണം. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ 6 കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? എസ് എന്ന് നമ്മൾ നേരെ ഉൾട്ടാ ചെയ്യും. 6 കിട്ടിയാൽ എസ് കിട്ടുകയാണെങ്കിൽ 6. ഇനി ഇവിടെ നോക്കിക്കോളെ, ഇത് 1 2 3 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? യെസ്, നമുക്ക് അഗെയിൻ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 6 എന്ന് എഴുതാം. ഇവിടെ നമ്മൾ മാറ്റി എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. കാരണം എന്താണ്? ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് എവിടെയാണ്? ഡാഷ് പൊസിഷനിലാണ്, എവേ ഫ്രം ദി ഒബ്സർവർ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇത് എസ് ആണ്, ഇത് ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? യെസ്, നമ്മൾ പറഞ്ഞു ഡിഫറൻ്റ് ആണെങ്കിൽ ഇവരെന്തായിരിക്കും? യെസ്, ദാറ്റ് വിൽ ബി ഇനാൻഷ്യോമർ. ദാറ്റ് വിൽ ബി ഇനാൻഷ്യോമർ. ക്ലിയർ ആണല്ലോ കാര്യം? ഇനി നോക്കിക്കോളെ, ഇനി 2 കൈറാൽ കാർബൺ പ്രസൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നോക്കിക്കോളെ, 2 കൈറാൽ കാർബൺ പ്രസൻ്റ് ആണെങ്കിൽ നമുക്ക് 3 കേസ് ഉണ്ട്. കേസ് 1 2 3. ഓക്കെ, കേസ് 1 എന്ന് പറഞ്ഞാൽ ബോത്ത് കൈറാൽ കാർബൺ, 2 കൈറാൽ കാർബൺ ആണ് അല്ലേ? ബോത്ത് കൈറാൽ കാർബൺസ് ഹാവ് സെയിം കോൺഫിഗറേഷൻ. എന്തായി പറഞ്ഞിരിക്കുന്നത്? ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അതായത് ലെറ്റ്സ് സേ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. നോക്കിക്കോളെ, ഇതാ 2 മോളിക്യൂൾ. ഇവരെന്താണ്? ഇതാ, ഇത് ആർ ആർ, ഇവരും എന്താണ്? ആർ ആർ. അല്ലെങ്കിൽ നോക്കിക്കോളെ, ഇതെന്താണ്? എസ് അല്ലെങ്കിൽ ആർ ആർ, രണ്ടും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും എന്താണ്? ഐഡൻറ്റിക്കൽ. ഇതേപോലെ നമുക്ക് എന്ത് എഴുതാം? എസ് എന്ന് എഴുതാം. അങ്ങനെയാകുമ്പോൾ 2 കൈറാൽ കാർബണും സെയിം ആണെങ്കിൽ നമ്മൾ പറയും എന്ത്? ഐഡൻറ്റിക്കൽ ആണ്. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇതാ ആദ്യത്തെ സ്ലൈഡിലുള്ള എക്സാമ്പിൾ ആയിരുന്നു. ഇവിടെ നോക്കിയേ, ഇതിൻ്റെ കോൺഫിഗറേഷൻ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഓക്സിജൻ എന്ത് വേണം? 1 എന്ന് വേണം. പിന്നെ ഉള്ളത് ഇതാ 2, അഗെയിൻ ഇതെന്തായിരിക്കും? 3. അപ്പോൾ എന്ത് വരും? യെസ് എന്ന് വരും, ആൻറ്റി ക്ലോക്ക് വൈസ്. പക്ഷേ എച്ച് എവിടെയാണുള്ളത്? ഹൊറിസോണ്ടലിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? യെസ്, നമ്മൾ ഇൻ്റർ കൺവേർട്ട് ചെയ്തിട്ട് ആർ എന്ന് എഴുതും. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? ആർ. ഇനി ഇവിടെ നോക്കിയേ, ഇതിനെ ഞാൻ തൽക്കാലത്തേക്കും ഡിലീറ്റ് ചെയ്യാണ്. ഇതേപോലെ ഇതാ 1, അഗെയിൻ ദിസ് ഇസ് 2 ആൻഡ് ദിസ് ഇസ് 3. അപ്പോൾ ഇതാ ഇങ്ങോട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതാ അഗെയിൻ ദിസ് ഇസ് വോട്ട്? ആർ. ക്ലോക്ക് വൈസ് ആണ് അല്ലേ? ക്ലോക്ക് വൈസ് ആണ്. പക്ഷേ ഹൈഡ്രജൻ എന്താണ്? യെസ്, ഹൊറിസോണ്ടൽ പൊസിഷൻ ആണ്. അപ്പോൾ ആറിനെ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്തിട്ട് യെസ് എന്ന് എഴുതണം. അപ്പോൾ ആർ എസ് കിട്ടി. ഇനി ഇതേപോലെ ഇവിടെ കണ്ടുപിടിച്ചോ നിങ്ങൾ? ഇതാ ദിസ് ഇസ് 1 2 ആൻഡ് വോട്ട് 3. ഇത് സെയിം ആണ് അല്ലേ? അങ്ങനെയാകുമ്പോൾ ഇതെന്ത് തന്നെയാണ്? 6 തന്നെയാണ്. അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, എസ് ആയിരിക്കും വരേണ്ടത്. പക്ഷെ നമ്മൾ എന്താണ്? ഹൈഡ്രജൻ ഇവിടെ ഉണ്ടായതുകൊണ്ട് 6 എഴുതും. യെസ്, ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്, കാരണം സെയിം ആണ്. നോക്കിയേ, COH OH H. ഇനി ഇവിടെ നോക്കിയേ നിങ്ങൾ, ഇത് എസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇത് 1, ഇതെന്താണ്? ദിസ് ഇസ് 2 ആൻഡ് ദിസ് ഇസ് വോട്ട് 3. അപ്പോൾ എന്താണ്? ഇത് 6 ആണ്, ക്ലോക്ക് വൈസ് ആണ്. പക്ഷേ ഹൈഡ്രജൻ എന്താണ്? ഹൊറിസോണ്ടൽ പൊസിഷൻ ആണ്. എഗെയിൻ ഈ ആർ എന്ത് ചെയ്യണം? നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് എസ് എന്ന് എഴുതണം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ആർ ആർ എസ്. അപ്പോൾ എന്തായിരിക്കും? യെസ്, ഐഡൻറ്റിക്കൽ ആണ് കേട്ടോ. അപ്പോൾ സിംപ്ലി നിങ്ങൾ RS കോൺഫിഗറേഷൻ അങ്ങ് അസൈൻ ചെയ്ത് കൊടുത്താൽ മതി, പ്രശ്നം കഴിഞ്ഞു. ഓക്കെ, ഇനി കേസ് 2 എന്ന് പറയുന്നത് എന്താണ്? 1 കൈറാൽ കാർബൺ കോൺഫിഗറേഷൻ എന്താണ്? കോൺഫിഗറേഷൻ സെയിം ആണ്. അനദർ വൺ, നമുക്ക് രണ്ടാമത്തെ ഒന്നുണ്ടല്ലോ,
അനദർ കൈറാൽ കാർബൺ കോൺഫിഗറേഷൻ എന്താണ്? ഡിഫറെൻറ്റ്. കോൺഫിഗറേഷൻ ഡിഫറെൻറ്റ്. അപ്പോൾ അതിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാ ഇങ്ങനെയാണ് സംഭവം അല്ലേ? യെസ്, നോക്കിക്കോളെ. ഇത് ആർ ആർ, ഇവിടെ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ എന്ത് വരാം? ഇത് ആർ വരാം, ഇവിടെ എന്ത് വരാം? എസ് വരാം. അപ്പോൾ ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയാസ്റ്റീരിയോമേഴ്സ്. ഡയാസ്റ്റീരിയോമേഴ്സ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആർ എസ് കോൺഫിഗറേഷൻ എഴുതുക. ഒരു കൈറാൽ കാർബണിൽ കോൺഫിഗറേഷൻ സെയിം ആണ്, രണ്ടാമത്തതിൽ ഡിഫറൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? യെസ്, ദാറ്റ് ഈസ് ഡയാസ്റ്റീരിയോമർ. നോക്കിയേ, ഇതാ ഇതേപോലെ ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറയുകയാണ്. ഇവിടെ എന്താണ്? യെസ്, ഇത് എസ് എസ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ പറയുകയാണ് ദിസ് ഇസ് ആർ ബട്ട് ദിസ് ഇസ് വോട്ട് യെസ്. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് വോട്ട് ഡയാസ്റ്റീരിയോമർ. ശ്രദ്ധിക്കണേ, രണ്ടും സെയിം ആണെങ്കിൽ, രണ്ട് കൈറാൽ കാർബണും കോൺഫിഗറേഷൻ സെയിം ആണെങ്കിൽ ഐഡൻറ്റിക്കൽ, ഒരെണ്ണം സെയിം രണ്ടാമത്തെ ഡിഫറൻറ്റ്, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഡയാസ്റ്റീരിയോമർ. അപ്പോൾ ഇവിടെ നിങ്ങൾ അസൈൻ ചെയ്തോളൂ. ഇതാ 1 അഗെയിൻ ദിസ് ഇസ് 2 ആൻഡ് ദിസ് ഇസ് 3. അപ്പോൾ ഇതെന്ത് റൊട്ടേഷനാണ് നോക്കിയേ? യെസ്, ദിസ് ഇസ് ആൻറ്റി ക്ലോക്ക് വൈസ്. എസ് ആണ് വരിക. ഓക്കെ, ഇവിടെ എസ് ആണ് വരിക, പക്ഷേ ഹൈഡ്രജൻ എന്താണ്? അഗെയിൻ ഹൊറിസോണ്ടൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? യെസ്, നമ്മൾ ആർ എന്ന് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർബണിൻ്റെത് കിട്ടി, എന്ത് വന്നു? യെസ്, ആർ എന്ന് വന്നു. ഇനി സെക്കൻഡ് കാർബൺ നോക്കിയേ നിങ്ങൾ. സെക്കൻഡ് കാർബൺ 1 ഇവിടെ വരും, അഗെയിൻ രണ്ടാമത്തത് ഇങ്ങ് വരും, മൂന്നാമത്തത് ഇവിടെ വരും. അപ്പോൾ ഇതെന്താണ്? ആറാണ്, പക്ഷേ ഇവിടെ എന്ത് വരും? യെസ്. ഓക്കെ, കാരണം ഹൈഡ്രജൻ ഹൊറിസോണ്ടൽ ആണ്. യെസ്, ക്ലോക്ക് വൈസിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആർ എസ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ കോൺഫിഗറേഷൻ അസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കഴിയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. ഇനി ഇവിടെ നോക്കിയേ, ഇത് യെസ് OH ഇവിടെയാണ് അല്ലേ? 1. രണ്ടാമത്തെ എന്താണ്? ഇതാ രണ്ടാമത്തത് ഇവിടെയാണ് വരിക അല്ലേ? 3 ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? യെസ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? എസ് വരും, പക്ഷേ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഇവിടെ 6 തന്നെ വരും. ഓക്കെ, യെസ്, ഫസ്റ്റ് കാർബൺ 6 എന്ന് വന്നു, റെക്ടസ് എന്ന് വന്നു. ഇനി രണ്ടാമത്തത് നോക്കിയേ, ഇതാ 1 2 ആൻഡ് വോട്ട് 3 എന്ന് വരും. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരും, ദിസ് ഇസ് അഗെയിൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, പക്ഷേ ഇവിടെ എന്ത് വരും? ആൻറ്റി ക്ലോക്ക് വൈസ്. യെസ്, ക്ലോക്ക് വൈസിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, യെസ്, എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? ഫൈനലി നമുക്ക് എന്തൊക്കെയാണ്? ഇത് ആർ ആർ, ഇത് എസ് ആർ. ഓക്കെ, നമ്മൾ പറഞ്ഞതുപോലെ ആർ ആർ എസ് ആർ. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? യെസ്, ദീസ് ഈസ് ഡയാസ്റ്റീരിയോമേഴ്സ്. ദീസ് ആർ ഡയാസ്റ്റീരിയോമേഴ്സ്. ക്ലിയർ? ഇനി കേസ് 3 എന്തായിരിക്കും? യെസ്, സിംപ്ലി നിങ്ങൾക്ക് പറയാൻ പറ്റും, ബോത്ത് കൈറാൽ കാർബൺസ് ഹാവ് ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? യെസ്, വി വിൽ സേ ദാറ്റ് ദേ ആർ ഇനാൻഷ്യോമേഴ്സ്. ദേ ആർ റിലേറ്റഡ് ആസ് വോട്ട്? ഇനാൻഷ്യോമേഴ്സ്. സിംപ്ലി പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ദാ ഇങ്ങനെ, ഇത് ആർ, ഇത് എസ്. ഇനി ഇവിടെയാണെങ്കിൽ നോക്കിക്കോളൂ, എന്തായിരിക്കും വരിക? എസ് ആർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഇനാൻഷ്യോമേഴ്സ്. ഇനി ഈ കോമ്പൗണ്ട് നോക്കി നിങ്ങൾ ഇതിൻ്റെ RS നോമൻക്ലേച്ചർ അസൈൻ ചെയ്യണം. സിമ്പിൾ അല്ലേ? ഫസ്റ്റ് കാർബൺ Cl, ദാ 1 2, ഇവിടെ എന്ത് വരും? 3. അപ്പോൾ നോക്കി നേരെ ദാ എസ് കോൺഫിഗറേഷൻ ആയിരിക്കും. നമ്മൾ ആറിലേക്ക് മാറ്റണോ? വേണ്ട. കാരണം എന്താണ്? ഹൈഡ്രജൻ എന്താണ്? വെർട്ടിക്കൽ പൊസിഷനിലാണ്. ഇനി അതേപോലെ ഇവിടെ ചെയ്തോ, 1 2 3 എന്തായിരിക്കും? യെസ്, സിനിസ്റ്റർ എസ് തന്നെ ആയിരിക്കും അല്ലേ? ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ അസൈൻ ചെയ്താൽ 1 2 3 എന്ന് വരും. സോ ദിസ് വിൽ ബി വോട്ട്? ആർ. ദിസ് ഇസ് ആർ. ഇനി രണ്ടാമത്തെ കാർബൺ നോക്കിയേ, എന്തായിരിക്കും? 1 2 ആൻഡ് 3 എന്തായിരിക്കും? ആർ. രണ്ടും എന്താണ്? ഡിഫറെൻറ്റ്. രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഇനാൻഷ്യോമർ. അപ്പോൾ രണ്ട് മോളിക്യൂൾ തന്നിട്ട് എങ്ങനെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ നോക്കിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? RS നോമൻക്ലേച്ചർ അസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയാസ്റ്റീരിയോമർ ആണോ ഇനാൻഷ്യോമർ ആണോ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഡിഫറെൻ്റ് ആണെങ്കിൽ, രണ്ട് കൈറാൽ കാർബണും ഡിഫറെൻ്റ് ആണെങ്കിൽ ഇനാൻഷ്യോമർ, ഒരെണ്ണം ഡിഫറെൻറ്റ് ഒരെണ്ണം സെയിം ആണെങ്കിൽ ഡയാസ്റ്റീരിയോമർ, രണ്ടെണ്ണം സെയിം ആണെങ്കിൽ എന്തായിരിക്കും? ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഇത്ര കാര്യമേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.